നമസ്കാരം. തേർഡ് ന്യൂസിലേക്ക് സ്വാഗതം. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാർ സ്വർണം ചെമ്പാക്കാൻ കൂട്ടുനിന്നു എന്നതടക്കമുള്ള കൂട്ടുകച്ചവടത്തിൽ പത്മകുമാറിനെ കുരുക്കുന്ന മൊഴി നൽകിയിരിക്കുകയാണ് ദേവസ്വം ജീവനക്കാർ. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ അറസ്റ്റിലായ ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പത്മകുമാർ സർവ്വ സ്വാതന്ത്ര്യവും നൽകിയിരുന്നു എന്ന് തന്നെയാണ് ദേവസ്വം ജീവനക്കാർ മൊഴി നൽകിയിരിക്കുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ബന്ധുക്കളും അതിഥികളുമൊക്കെ ഉപയോഗിച്ചിരുന്നത് ദേവസ്വം പ്രസിഡന്റിന്റെ മുറിയായിരുന്നു എന്നും പൂജാ ബുക്കിംഗിലും പ്രത്യേക പരിഗണന കൊടുത്തിരുന്നതായും തന്നെയാണ് ജീവനക്കാർ ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘത്തിന് മൊഴി നൽകിയിരിക്കുന്നത്. ശബരിമലയിൽ ഇന്ന് ശാസ്ത്രീയ പരിശോധന നടക്കാനിരിക്കവെയാണ് പ്രത്യേക വിവരങ്ങളടക്കം ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് സന്നിധാനത്ത് ശാസ്ത്രീയ പരിശോധന നടത്താൻ ഒരുങ്ങുന്നത്. പ്രത്യേക അന്വേഷണ സംഘം ഇക്കഴിഞ്ഞ ദിവസം ശബരിമലയിൽ എത്തിക്കഴിഞ്ഞു. SP ശശിധരന്റെ നേതൃത്വത്തിൽ വിദഗ്ധരടങ്ങുന്ന 15-അംഗ സംഘമാണ് എത്തിയിരിക്കുന്നത്. ഇന്ന് ഉച്ചപൂജയ്ക്ക് പിന്നാലെ തന്ത്രി ദേവന്റെ അരിഞ്ഞ വാങ്ങും. തുടർന്ന് നടയടച്ചതിന് പിന്നാലെ പരിശോധന നടത്തുകയാവും ചെയ്യുക. ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണപ്പാളികളുടെ സൈഡ് പില്ലർ പാളികളുടെ തൂക്കം, 2019 ഘടിപ്പിച്ച കട്ടളപ്പാളികളുടെ തൂക്കം, ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറിയിട്ടില്ലാത്ത ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണപ്പാളികളുടെ സൈഡ് പില്ലർ പാളികളുടെ തൂക്കം, 2019 ഘടിപ്പിച്ച കട്ടളപ്പാളികളുടെ തൂക്കം, ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറിയിട്ടില്ലാത്ത ക്ഷേത്രഭാഗത്തിന്റെ സ്വർണത്തിന്റെ സാമ്പിളുകൾ, മറ്റിടങ്ങളിലെ സാമ്പിളുകൾ, ദ്വാരപാലക ശില്പങ്ങളിലെയും കട്ടളകളിലെയും ചെമ്പ് പാളികളുടെ സാമ്പിളുകൾ തുടങ്ങിയവയാകും സംഘം ശേഖരിക്കുക. അതേസമയം സ്വർണ്ണക്കൊള്ളയിൽ സംസ്ഥാന പോലീസ് രജിസ്റ്റർ ചെയ്ത കേസുകളുടെ രേഖകൾ ആവശ്യപ്പെട്ടുകൊണ്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നൽകിയ ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. FIR, അനുബന്ധ മൊഴികൾ തുടങ്ങിയ രേഖകളുടെ പകർപ്പാണ് തേടിയിരിക്കുന്നത്. ഈ ആവശ്യം ഉന്നയിച്ച് റാന്നി കോടതിയിൽ നൽകിയ അപേക്ഷ തള്ളിയതോടെയാണ് ED ഹൈക്കോടതിയിൽ എത്തിയിരിക്കുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ കള്ളപ്പണ ഇടപാട് നടന്നതായി സംശയിക്കുന്നതായും വിശദമായ അന്വേഷണത്തിന് കേസുകളുടെ രേഖകളും വിശദാംശങ്ങളും വേണം എന്ന് തന്നെയാണ് ED ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്.